ശക്തമായ മഴയിലും മിന്നൽ ചുഴലിയിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടം, നിരവധി വീടുകൾ തകർന്നു. തുടർച്ചയായ ചുഴലിക്കാറ്റിൽ ആശങ്കയിൽ ജില്ല. മുള്ളൂർക്കരയിൽ വീട് കുത്തി തുറന്ന മോഷണം, 5 പവൻ സ്വർണവും മൊബൈൽ ഫോണും പണവും നഷ്ടപ്പെട്ടു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ക്ഷേത്രത്തിൽ കവർച്ച, ഭണ്ഡാരങ്ങളും വഴിപാട് കൌണ്ടറും കുത്തി തുറന്ന് പണം കവർന്നു. കുണ്ടും കുഴിയുമായി ഇരിങ്ങാലക്കുടയിലെ പ്രധാന റോഡുകൾ. മഴവെള്ളം കെട്ടിക്കിടക്കുന്ന റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്പിലോവർ പദ്ധതികളിൽ സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ളത് 382 കോടി രൂപയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. നിരവധി വികസന പദ്ധതികൾ ജില്ലയ്ക്ക് നഷ്ടമായതായി ആക്ഷേപം. ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തടയണയുടെ പുനർനിർമ്മാണം നടത്തിയില്ല. തടയണ തകർന്നതോടെ മുട്ടിപ്പാലം തോട്ടിൽ ജലം സംഭരിക്കാനാകുന്നില്ല. കൃഷി നടത്താനാകാതെ കർഷകർ. നമസ്കാരം. വാർത്തകൾ വിശദമായി. ശക്തമായ മഴയിലും മിന്നൽ ചുഴലിയിലും ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടം, നിരവധി വീടുകൾ തകർന്നു. വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ മിന്നൽ ചുഴലിയിൽ തെക്കൻ പാലയൂർ ചക്കംകണ്ടത്ത് വ്യാപക നാശനഷ്ടം. നിരവധി മരങ്ങൾ കടപുഴകി. മാളിയേക്കൽ അഷ്റഫിന്റെ വീടിനോട് ചേർന്നുള്ള മതിലും മാളിയേക്കൽ ലത്തീഫ്, KV ഷംസുദ്ദീൻ എന്നിവരുടെ പറമ്പിലെ മരങ്ങളും തെങ്ങുകളും ചക്കംകണ്ടം നാദ അബ്ദുവിന്റെ വീടിന് മുകളിലെ സോളാർ പാനലുകളും നിലംപൊത്തി. 5 വൈദ്യുതി തൂണുകളും കാറ്റിൽ മറിഞ്ഞു വീണു. മാന്നാമംഗലം കൊളാംകുണ്ടിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് വീണ മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. KSEB ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് തെങ്ങ് മുറിച്ചു നീക്കി. മായന്നൂരിൽ തെങ്ങ് വീണ വീട് തകർന്നു. മായന്നൂർ മാങ്കുളത്ത് പരമേശ്വരന്റെ ഓടിട്ട വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. മേൽക്കൂര ഭാഗികമായി തകർന്നു. പഴയന്നൂരിൽ ശക്തമായ കാറ്റിൽ ക്ഷേത്ര നടപ്പുരയുടെ മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. പഴയനു ഭഗവതി ക്ഷേത്രവളപ്പിൽ നിന്നിരുന്ന തെങ്ങാണ് കടപുഴകി സമീപത്തെ പഴയനു ശിവക്ഷേത്രത്തിന്റെ നടപ്പുരയുടെ മുകളിലേക്ക് മറിഞ്ഞു വീണത്. മാള പൊയ്യയിൽ പഞ്ചായത്തിന്റെ സ്ഥലത്തു നിന്നിരുന്ന മരം വ്യാപാര സ്ഥാപനങ്ങളുടെ മുകളിലേക്ക് വീണു. മരം പൊയ്യ മാള സംസ്ഥാന പാതയ്ക്ക് കുറുകെ വീണതിനാൽ ഗതാഗത തടസ്സമുണ്ടായി. കാറ്റിലും മഴയിലും കൊടുങ്ങല്ലൂരിൽ മരങ്ങൾ വീണ അപകടം. പടിഞ്ഞാറൻ നടയിൽ PWDC റെസ്റ്റ് ഹൌസ് വളപ്പിലെ മാവ് ഒടിഞ്ഞു വീണ് നിരവധി ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. സമീപത്തുള്ള ലോട്ടറി കടയ്ക്കും നാശനഷ്ടമുണ്ടായി. പടിഞ്ഞാറേ നടയിൽ നിന്നും DYSP ഓഫീസ് ഭാഗത്തേക്കുള്ള റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ചന്തപുരയിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ ഓട്ടോറിക്ഷയ്ക്ക് കേടുപാട് സംഭവിച്ചു. കാട്ടൂരിൽ മരം വീണ വീട് ഭാഗികമായി തകർന്നു. കാട്ടൂർ വടക്കുമുറി വീട്ടിൽ ജയന്റെ ഓടിട്ട വീടിന്റെ മുൻഭാഗമാണ് തകർന്നത്. ആർക്കും പരിക്കില്ല. പാടൂരിൽ ശക്തമായ കാറ്റിൽ തേക്കുമരം വീണ് കാർപോർച്ച് തകർന്നു. കൈതമുക്കിന് സമീപം ഒന്നരക്കാട്ടിൽ തെക്കൻചേരി ഷംസുദ്ദീന്റെ വീട്ടിലെ തേക്കുമരമാണ് വീണത്. അടാട്ട് അമ്പലംകാവ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണ് വൈദ്യുതി ലൈനുകൾ തകർന്നു. കുന്നംകുളം ചെറുവത്താനിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരം മുറിക്കുന്നതിനിടെ ശക്തമായ കാറ്റിൽ കടപുഴകി വീണ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു. ആസാം സ്വദേശി ദിൽജർ ഹുസൈനാണ് പരിക്കേറ്റത്. വെള്ളിക്കുളങ്ങര ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിൽ മരം ഒടിഞ്ഞു വീണ ഓട്ടോറിക്ഷകൾക്ക് കേടുപാടുപറ്റി. മേനോടി റോഡരികിൽ നിന്നിരുന്ന വലിയ 2 ബദാം മരങ്ങളാണ് കാറ്റിൽ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഒടിഞ്ഞു വീണത്. ആളപായമില്ല. ചെങ്ങാലു കുണ്ടുകടവിൽ മരം വീണ ഓടിട്ട വീടിന്റെ മേൽക്കൂര തകർന്നു. കുണ്ടുകടവ് കരിമ്പയ്ക്കൽ ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ മുകളിലേക്കാണ് തേക്കുമരം വീണത്. ആർക്കും പരിക്കില്ല. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മരം കടപുഴകി വീണ് റോഡ് ഇടിഞ്ഞു താഴ്ന്ന വിള്ളലുണ്ടായി. കുണ്ടന്നൂർ ചുങ്കം സെന്ററിനും ഷാപ്പുംപടി സ്റ്റോപ്പിനും ഇടയിലായി റോഡിൽ നിന്നിരുന്ന മരമാണ് കടപുഴകി വീണത്. ദേശമംഗലം കൊണ്ടയൂരിൽ മരം വീണ വീട് പൂർണ്ണമായും തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദേശമംഗലം ഉണ്ണിയാട്ടിൽപ്പടി രാധയുടെ വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. വീട് പൂർണ്ണമായും തകർന്ന് താമസയോഗ്യമല്ലാതായി. മരം കടപുഴകി വീഴുന്ന ശബ്ദം കേട്ട് കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് ഓടിയതുകൊണ്ട് അപകടം കൂടാതെ രക്ഷപ്പെട്ടു. ന്യൂസ് ഡെസ്ക് TCV. മുള്ളൂർക്കരയിൽ വീട് കുത്തി തുറന്ന് മോഷണം. മുള്ളൂർക്കര കണ്ണമ്പാറ വട്ടപ്പറമ്പിൽ മധുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 5 പവൻ സ്വർണവും മൊബൈൽ ഫോണും പണവും നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു. വീടിന്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ കോട്ടപ്പടി ആൽക്കൽ ബ്രഹ്മരാക്ഷസൻ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങളും വഴിപാട് കൌണ്ടറും കുത്തി തുറന്ന് പണം കവർന്നു. ക്ഷേത്രത്തിന് പുറത്തുള്ള 2 ഭണ്ഡാരങ്ങളാണ് കുത്തി തുറന്നത്. ശ്രീകോവിലിന് മുന്നിലെ പ്രധാന ഭണ്ഡാരം കുത്തി തുറക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. വഴിപാട് കൌണ്ടറിന്റെ വാതിൽ തുറന്ന് അകത്ത് കടന്ന മോഷ്ടാക്കൾ മേശയിൽ സൂക്ഷിച്ചിരുന്ന 5500 രൂപയുടെ ചില്ലറ കവർന്നു.
CCTV ക്യാമറകളുടെ മെമ്മറി ഡിസ്ക് മോഷ്ടാക്കൾ കൊണ്ടുപോയി. വഴിപാട് കൌണ്ടറിൽ സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്ത് മുഖമണ്ഡപത്തിന്റെ ഇരുമ്പ് വാതിലും മരത്തിന്റെ മറ്റൊരു വാതിലും തുറന്ന് അകത്ത് കയറിയിട്ടുണ്ട്. എന്നാൽ ശ്രീകോവിലിന്റെ പ്രധാന വാതിൽ തുറന്നിട്ടില്ല. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗുരുവായൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുണ്ടും കുഴിയുമായി ഇരിങ്ങാലക്കുടയിലെ പ്രധാന റോഡുകൾ തിരിഞ്ഞു നോക്കാതെ അധികൃതർ, നട്ടം തിരിഞ്ഞ് യാത്രികർ. ഇരിങ്ങാലക്കുട നഗരത്തിന്റെ പ്രധാന റോഡുകളിലൂടെയുള്ള യാത്രകൾ ദുരിതയാത്രകളായി മാറുകയാണ്. പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം വലിയ ഗർത്തങ്ങളാണ്. പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് ആശ്വാസമായി നിർമ്മിച്ച ബൈപ്പാസ് റോഡിൽ കുഴിയിൽ വീഴാതെ യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം കുഴിയുടെ താഴ്ചയറിയാതെ ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടം സംഭവിക്കുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലും ഈ കുഴികളിൽ വീണ് ദമ്പതികൾക്ക് പരിക്ക് പറ്റിയിരുന്നു. പ്രദേശത്ത് വേണ്ടത്ര വെളിച്ചമില്ലാത്തതും രാത്രിയിലെ അപകടങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്. ബസ് സ്റ്റാൻഡ് AKP റോഡിൽ സണ്ണി സിൽക്സിന് മുന്നിലും നിരവധി കുഴികളുണ്ടെന്ന് പരാതി ഉയരുമ്പോഴും ക്വാറിപ്പൊടി ഉപയോഗിച്ച് കുഴിയടക്കൽ പ്രവർത്തനം നടത്തുകയാണ് നഗരസഭ. കയ്യിൽ പണമില്ലെന്നാണ് നഗരസഭയുടെ ഭാഷ്യം. ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ റോഡ് പേരിന് മാത്രമാണുള്ളത്. കോളേജിലേക്ക് വരുന്ന വിദ്യാർത്ഥികളടക്കം ദുരിതയാത്ര അനുഭവിക്കുകയാണ്. കുടിവെള്ള പദ്ധതികൾക്കായി റോഡ് വെട്ടിപ്പൊളിച്ചതും കൂടിയായതോടെ നഗരത്തിലെ പ്രധാന റോഡുകളായ പേഷ്കാർ റോഡ്, ഫാദർ ഡിസ്മാസ് റോഡ്, പാർക്ക് റോഡ് തുടങ്ങി ഒട്ടുമിക്ക റോഡുകളും തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ്. TCV ഇരിങ്ങാലക്കുട. തൃശൂർ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്പിലോവർ പദ്ധതികളിൽ ഇന്നുവരെ സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ളത് 382 കോടി രൂപ. ഈ തുക എന്ന് ലഭിക്കുമെന്ന് വ്യക്തമാക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. DPC യോഗം കഴിഞ്ഞ വർഷത്തെ സ്പില്ലോവർ പദ്ധതികൾക്ക് അംഗീകാരം കൊടുത്തു കഴിയുമ്പോൾ തുക 400 കോടി കടക്കുമെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. സമയത്ത് ഫണ്ട് അനുവദിക്കാത്തതിലൂടെയും അനാവശ്യ ട്രഷറി നിയന്ത്രണത്തിലൂടെയും കോടികളുടെ വികസന പദ്ധതികളാണ് ഈ വർഷം ജില്ലയ്ക്ക് നഷ്ടമായത്. കഴിഞ്ഞ വർഷത്തെ അവസാന ഗഡു അനുവദിച്ചത് മാർച്ച് 23-നാണ്. വികസന ഫണ്ടിന്റെ അവസാന ഗഡു ഒരാഴ്ച മുമ്പ് അനുവദിച്ചിരുന്നെങ്കിൽ നഷ്ടത്തിന്റെ അളവ് കുറയ്ക്കാമായിരുന്നു. മുൻവർഷങ്ങളിൽ സ്പില്ലോവർ പദ്ധതിയുടെ തുക കൂട്ടിച്ചേർത്താൽ ഈ വർഷം കാര്യമായ വികസന പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുകയില്ല. സമാനമായ അവസ്ഥയാണ് തൃശൂർ കോർപ്പറേഷനിലും. കഴിഞ്ഞ വർഷത്തെ പദ്ധതി തുകയായ 77.26 കോടി രൂപയിൽ കേവലം 45.53% മാത്രമാണ് ചിലവഴിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ വാർഷിക തുകയായ 80 കോടി രൂപയിൽ 30 കോടി രൂപയോളം സ്പില്ലോവർ പദ്ധതികൾക്ക് മാറ്റിവെക്കേണ്ടി വരും. ഇതേ രീതിയിലാണ് ജില്ലയിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നഷ്ടം നേരിടേണ്ടി വരികയെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക ക്രമക്കേട് കൊണ്ട് മാത്രമാണ് ജില്ലയ്ക്ക് ഈ അവസ്ഥയുണ്ടായത്. സർക്കാർ അധികാര വികേന്ദ്രീകരണത്തിന് പകരം അധികാര കേന്ദ്രീകരണം നടത്തുകയാണ്. താഴെത്തട്ടിൽ വികസനം എത്തിക്കുകയെന്ന ലക്ഷ്യം സർക്കാർ അട്ടിമറിക്കുകയാണ്. സർക്കാരിന്റെ സാമ്പത്തിക ക്രമക്കേടും ദൂർത്തും കാരണമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന ലക്ഷ്യം അട്ടിമറിക്കപ്പെടുന്നെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. TCV തൃശൂർ. ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തടയണയുടെ പുനർനിർമ്മാണം നടത്താത്തത് മുണ്ടകൻ കൃഷി നടത്തുന്ന കർഷകർക്ക് തിരിച്ചടിയാകുന്നു. തടയണ തകർന്നതോടെ മുട്ടിപ്പാലം തോട്ടിൽ ജലം സംഭരിക്കാനാവുന്നില്ല. കടവല്ലൂർ, ചാലിശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള തോടിനെ ആശ്രയിച്ചാണ് താഴാപ്പുറം, പുറ്റിങ്ങൽ, കാക്കശ്ശേരി എന്നീ പാടശേഖരങ്ങളിലെ 400 ഏക്കറോളം നെൽകൃഷി നിലനിൽക്കുന്നത്. പാലത്തിന്റെയും തടയണയുടെയും പുനർനിർമ്മാണവും തോടിന്റെ നവീകരണവും ആവശ്യപ്പെട്ട് കർഷകർ മുട്ടാത്ത വാതിലുകളില്ല. 2 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി DPR സമർപ്പിച്ചിട്ടുണ്ടെന്നും അടുത്ത ബജറ്റിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നുമാണ് നവകേരള സദസ്സിൽ കൊടുത്ത നിവേദനത്തിന് ജലസേചന വകുപ്പിന്റെ മറുപടി. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിക്കും എന്നും പഞ്ചായത്തും പറയുന്നുണ്ട്. തോട് നവീകരണ പദ്ധതിക്ക് വേണ്ടി തണത്തറ മുതൽ മുട്ടിപ്പാലം വരെ സർവേ നടത്തുകയും പുറമ്പോക്ക് ഭൂമി കണ്ടെത്തി കുറ്റിയടിക്കുകയും ചെയ്തിട്ട് 2 വർഷം പിന്നിട്ടു. വരൾച്ച മൂലം കഴിഞ്ഞ വർഷം വൻ കൃഷിനാശമാണ് കടവല്ലൂർ പഞ്ചായത്തിലുണ്ടായത്. എന്നിട്ടും തങ്ങൾ ആവശ്യപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. TCV കുന്നംകുളം. അപകടത്തിൽ പരിക്കേറ്റ ചേറൂർ സ്വദേശി ചികിത്സയിലിരിക്കെ മരിച്ചു. ചാഴിക്കുളം വീട്ടിൽ 62 വയസ്സുള്ള അജയകുമാറാണ് മരിച്ചത്. ബുധനാഴ്ച ചെമ്പൂക്കാവിൽ കാറിടിച്ചാണ് സ്കൂട്ടർ യാത്രികനായ അജയകുമാറിന് പരിക്കേറ്റത്. മതിലകം പുതിയക്കാവിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി ഒരാൾക്ക് പരിക്കേറ്റു. പെരിഞ്ഞനം ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് പുതിയക്കാവ് വളവിലെ കടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന എമ്മാട് സ്വദേശി കിള്ളിക്കുളങ്ങര വിഷ്ണുവിന് പരിക്കേറ്റു. പുതിയക്കാവ് വളവിലെ MKS സ്റ്റോഴ്സിന് തൊട്ടടുത്ത ഹോട്ടലിനും വൈദ്യുത പോസ്റ്റിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം ഗുരുവായൂർ സംസ്ഥാന പാതയിൽ ചാട്ടുകുളത്ത് മത്സ്യലോറി മറിഞ്ഞു.
തുറക്കുളം മാർക്കറ്റിൽ മത്സ്യം എത്തിച്ച് തിരികെ വാടാനപ്പള്ളിയിലേക്ക് പോകുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ലോറിയിലുണ്ടായിരുന്ന 3 പേരിൽ 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. മറിഞ്ഞ ലോറി പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന റിട്ടയേർഡ് ജഡ്ജിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങപ്പുറം ശാന്തിമഠം വില്ലയിൽ 75 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. മൃതദേഹത്തിന് 3 ദിവസം പഴക്കമുള്ളതായി പോലീസ് പറഞ്ഞു. ബുധനാഴ്ച രാത്രിയാണ് മൃതദേഹം കണ്ടെത്തിയത്. 1.5 വർഷത്തോളമായി വില്ലയിൽ ഇദ്ദേഹം തനിച്ചാണ് താമസം. 2 ദിവസമായി കാണാത്തതിനെ തുടർന്ന് സുഹൃത്ത് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ശുചിമുറിയിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. വാഴാനി ഡാം വെള്ളിയാഴ്ച രാവിലെ 11-ന് തുറക്കും. 4 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതമാകും തുറക്കുക. വടക്കാഞ്ചേരി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ഇറിഗേഷൻ അധികൃതർ മുന്നറിയിപ്പ് നൽകി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിലെ വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഡാം തുറക്കുന്നത്. നിലവിൽ 60.48 മീറ്ററാണ് റിസർവോയറിലെ ജലനിരപ്പ്. ഇത് ഡാമിന്റെ പരമാവധി സംഭരണ ശേഷിയേക്കാൾ 2 മീറ്റർ മാത്രം കുറവാണ്. സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് ആമ്പല്ലൂർ സ്വദേശിയിൽ നിന്നും 15.5 ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വണ്ടൂർ സ്വദേശി പന്തലംകുന്നിൽ വീട്ടിൽ നിയാസ് ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേസിനാസ്പദമായ സംഭവം. പണം തട്ടിയെടുത്ത ശേഷം മുങ്ങിയ പ്രതിയെ മലപ്പുറം അങ്ങാടിപ്പുറത്തുനിന്നാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സിനിമാ മേഖലയിലെ പ്രമുഖ സംവിധായകരുടെ കൂടെയുള്ള ഫോട്ടോ കാണിച്ച് വിശ്വസിപ്പിച്ചാണ് പ്രതി യുവാവിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയത്. പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ യുവാവ് വീട് പണിയാൻ നീക്കിവെച്ച പണവും സ്വർണവും വിറ്റ പണവുമാണ് നൽകിയത്. പ്രതി സമാന രീതിയിൽ നിരവധി പേരിൽ നിന്ന് പണം തട്ടിയതായി പോലീസ് പറഞ്ഞു. കനത്ത കാറ്റിൽ ഇരിങ്ങാലക്കുടയിൽ പലയിടത്തും മരങ്ങൾ വീണ് അപകടങ്ങൾ. വ്യാഴാഴ്ച ഉച്ചയോടെ വീശിയ കനത്ത കാറ്റിലും മഴയിലുമാണ് മരങ്ങൾ വീണത്. മാപ്രാണം നന്ദിക്കര റൂട്ടിൽ മാടായിക്കോണം സ്കൂളിന് മുന്നിലായി മരം കടപുഴകി കാറിന് മുകളിൽ വീണു. കാട്ടൂർ ദുബായ് മൂലയ്ക്ക് സമീപം താമസിക്കുന്ന കാട്ടൂർ വടക്കുമുറി വീട്ടിൽ ജയന്റെ ഓടിട്ട വീടിന്റെ മുൻഭാഗം മരം വീണ് തകർന്നു. ആർക്കും പരിക്കില്ല. പെരിഞ്ഞനത്ത് കനത്ത കാറ്റിലും മഴയിലും വീടുകൾക്ക് നാശനഷ്ടം. പൊന്മാനിക്കുടത്ത് മരക്കൊമ്പ് വീണ് വീട് ഭാഗികമായി തകർന്നു. വാക്കാട്ട് വിശ്വംഭരന്റെ ഓടിട്ട വീടിന് മുകളിലാണ് മരക്കൊമ്പ് വീണത്. വീടിന്റെ മുൻവശത്തെ ഓട് തകർന്നു. കയ്പമംഗലം വഴിയമ്പലത്ത് കനത്ത കാറ്റിൽ ഓടിട്ട വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. നടക്കൽ രവീന്ദ്രന്റെ വീടിനാണ് നാശനഷ്ടമുണ്ടായത്. ഗുരുവായൂർ തിരുവെങ്കിടം അടിപ്പാത നിർമ്മാണത്തിന് റെയിൽവേയുടെ മുഴുവൻ അനുമതികളും ലഭിച്ചതായി കേരയിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചു. റെയിൽവേ മേൽപ്പാലത്തിന്റെയും തിരുവെങ്കിടം അടിപ്പാതയുടെ നിർമ്മാണം അവലോകനം ചെയ്യാൻ NK അക്ബർ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് കേരയിൽ ഇക്കാര്യം അറിയിച്ചത്. 5.67 കോടിയുടെ പുതിയ എസ്റ്റിമേറ്റ് റെയിൽവേ അംഗീകരിച്ചു. എന്നാൽ അപ്രോച്ച് റോഡിന് ദേവസ്വം സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള വെള്ളക്കെട്ട് പരിഹരിക്കാൻ കാന പണിയും. ഈ കാന നഗരസഭയുടെ അമൃത കാനയുമായി ബന്ധിപ്പിക്കും. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, സെക്രട്ടറി H അഭിലാഷ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നമ്മുടെ സ്ഥലം തുടങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്ത് വിട്ടാലാണ് ഫുള്ളായിട്ട് വെള്ളം. കൊടുങ്ങല്ലൂരിൽ ഇരു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. സംഘട്ടനത്തിന്റെ തുടർച്ചയായി കോതപ്പറമ്പിൽ ചെറുവേലിക്കൽ റിനുവിന്റെ വീടിന് നേരെ ആക്രമണം നടന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും മോട്ടോർ ബൈക്കും അക്രമികൾ തല്ലി തകർത്തു. ചന്തപ്പുരയിൽ പാർക്ക് റെസിഡൻസിക്ക് മുന്നിൽ ബുധനാഴ്ച രാത്രിയിലാണ് സംഘട്ടനമുണ്ടായത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് 3 പേരെ കസ്റ്റഡിയിലെടുത്തു. BJP എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പഞ്ചായത്ത് പ്രദേശത്തെ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളുടെ ശോചനീയാവസ്ഥയും വെള്ളക്കെട്ടും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. ചന്ദ്രാപിന്നി സെന്ററിൽ നടന്ന ധർണ BJP ജില്ലാ ട്രഷറർ അനീഷ് ഉദ്ഘാടനം ചെയ്തു. പുഷ്കരൻ തേവർക്കാട്ടിൽ അധ്യക്ഷനായി. രാജേഷ് കോവിൽ, സുരേഷ് പള്ളത്ത്, കാർത്തിക, ശ്യാം എന്നിവർ സംസാരിച്ചു. റോഡുകളും ഇതാണ് അവസ്ഥ. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ, പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കില്ലേ? എല്ലാ പ്രധാനപ്പെട്ട മറ്റൊരു ഹൈവേകളൊക്കെ സ്റ്റേറ്റിന്റെ ഹൈവേ.
ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ തിടമ്പ് സമർപ്പണം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ സമർപ്പണം നടത്തി. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ആന ഇടഞ്ഞ് നിലത്ത് വീണ് കേടായ തിടമ്പാണ് അറ്റകുറ്റപ്പണികൾ നടത്തി സമർപ്പിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശില്പി VB സന്തോഷിനെ ആദരിച്ചു. ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ് കുമാർ, ദേവസ്വം ഓഫീസർ രാജ്കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, റോഡിലെ മരണക്കുഴികൾ ഉടൻ അടയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP വരന്തരപ്പിള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് K രാജ്കുമാർ അധ്യക്ഷനായി. KK സത്യൻ, സലിൽ കുണ്ടനി, KK രാജൻ, AK പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. അധ്യക്ഷത വഹിക്കുന്ന മേഖലാ പ്രസിഡന്റ് രാജകുമാർ പറയാൻ സാധിക്കും. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ എല്ലാ മേഖലയിലും ദിനം പ്രതി നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിൽ കാണുന്നതാണ്. പൊതുഗതാഗത മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പുതുക്കാട് മണ്ഡലം ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷനായി. KSRTC തൃശൂർ പുതുക്കാട് ഡിപ്പോകളിൽ നിന്ന് കോവിഡിന് മുമ്പ് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് നടത്തിയിരുന്ന സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപമുള്ള അനധികൃത പാർക്കിംഗ് അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മൂല്യനിർണ്ണയത്തിലെ പിഴവ് മൂലം മാർക്ക് കുറഞ്ഞെന്ന പരാതിയുമായി വിദ്യാർത്ഥിനി രംഗത്ത്. മാർച്ച് മാസത്തിൽ നടന്ന +1 പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ഇംഗ്ലീഷ് ഭാഷാ വിഷയത്തിന് വിദ്യാർത്ഥിനിക്ക് 80-ൽ 13 മാർക്കാണ് ലഭിച്ചത്. അതിനാൽ ഈ വിഷയത്തിൽ പരാജയപ്പെടുകയായിരുന്നു. പുനർമൂല്യനിർണ്ണയത്തിനായി അപേക്ഷിച്ചതിൻ്റെ ഫലം ഇക്കഴിഞ്ഞ 23-ന് വന്നപ്പോൾ ഇംഗ്ലീഷ് വിഷയത്തിൽ കിട്ടിയ 13 മാർക്ക് 42ആയി വർദ്ധിച്ചു. 29 മാർക്കിന്റെ വ്യത്യാസമാണ് മാർക്കിൽ വന്നത്. സാധാരണ പുനഃപരിശോധനാ ഫലത്തിൽ ചെറിയ മാർക്കുകളുടെ വ്യത്യാസം ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്രയും വലിയ വ്യത്യാസം അപൂർവമാണെന്നാണ് അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുടെ വിലയിരുത്തൽ. മാർക്കിൽ വ്യത്യാസം വന്നതോടെ വിദ്യാർത്ഥിനി ഇംഗ്ലീഷ് വിഷയത്തിൽ പാസ്സാവുകയും ചെയ്തു. പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ പിഴവാണ് മാർക്ക് തെറ്റായി വന്നതെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് വിദ്യാർത്ഥിനി ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകാൻ തീരുമാനിച്ചത്. +1 പരീക്ഷാ ഫലം വന്നപ്പോൾ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒരേ ഒരു വിദ്യാർത്ഥിയാണ് പരാജയപ്പെട്ടത്. അവൾക്ക് ഇംഗ്ലീഷ് പരീക്ഷയിൽ കേവലം 13 മാർക്ക് മാത്രമാണ് ലഭിച്ചത്. തീർച്ചയായിട്ടും ആ കുട്ടിക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. അവൾ പിന്നീട് റീവാലുവേഷൻ കൊടുത്തപ്പോൾ 42 മാർക്കായിട്ട് മാറുകയാണ് ഉണ്ടായത്. വാല്യുവേഷൻ നടത്തിയ അധ്യാപകരുടെ വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. ഭാവിയിലെങ്കിലും നമ്മുടെ സാധാരണ കുട്ടികൾക്ക് അവർക്ക് അർഹമായ മാർക്ക് കിട്ടുവാൻ വേണ്ട നടപടികൾ ഡയറക്ടറേറ്റിൽ നിന്ന് എടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. TCV ന്യൂസ്, കയ്പമംഗലം. മുറ്റിച്ചൂർ പുത്തൻപീടിക റോഡിൽ കാലപ്പഴക്കമുള്ള മരം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. മരത്തിന്റെ എതിർവശത്തുള്ള വൈദ്യുതി കമ്പിയിൽ മരത്തിന്റെ ശിഖരങ്ങൾ തട്ടി നിൽക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. മിന്നൽ ചുഴലിയുടെ സാഹചര്യത്തിൽ മരം അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു മരം നിൽക്കുന്നുണ്ട്, ഒരു മദിരാശി മരമാണ്. അത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 2022 ഇവിടുന്ന് ഒരു അപേക്ഷ പോയി. അതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റുകാർ വന്ന് അതിന്റെ കൊമ്പും ജില്ലയൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. വീണ്ടും അത് ദ്രവിച്ച് വൈദ്യുതി ലൈനിൽ മുട്ടിയിട്ടാണ് നിൽക്കുന്നത്. ഈ കാറ്റും മഴയത്തൊക്കെ അത് വീഴാനുള്ള ഒരു സാധ്യത വളരെ അധികം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം യാത്രക്കാരും ഒക്കെ പോണ ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് എത്രയും പെട്ടെന്ന് അത് മുറിച്ചു മാറ്റുക. ഗുജറാത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ 18-അംഗ സംഘം എരുമപ്പെട്ടി പഞ്ചായത്ത് സന്ദർശിച്ചു. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ ഭക്ഷ്യസുരക്ഷ, ജീവനോപാധികൾ, ശുചിത്വം, അടിസ്ഥാന സൌകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യമേഖല എന്നിവയിൽ നടത്തുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് അറിയുന്നതിനാണ് പഠനസംഘം എരുമപ്പെട്ടിയിൽ എത്തിയത്. എടക്കാട് അംഗൻവാടി, എരുമപ്പെട്ടി LP സ്കൂൾ, നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് എന്നിവർ സംഘത്തെ സ്വീകരിച്ചു. This panchayat, assistant headmaster, who is assistant headmaster, is government sector or public sector schools. This school was under government department. Facility and teachers, but the number of students are less. Food management committee chairman.
കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോസ് എടക്കളത്തൂർ മുഖ്യ കാർമ്മികനായി. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ സന്ദേശം നൽകി. തുടർന്ന് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ ജോസ് ചാലക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പൊന്നാരി, ജനറൽ കൺവീനർ കെ സേവ്യർ, ടി ടോണി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് കേരളത്തെ അവഗണിക്കുന്നതാണെന്നാരോപിച്ച് സിപിഐ മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പുതുക്കാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സിയു പ്രിയൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി VS ശ്രീജിത്ത് അധ്യക്ഷനായി. VK വിനീഷ്, PR കണ്ണൻ, KP വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കോൾ കർഷക സംഘം ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മുരളി പെരുന്നെല്ലി MLA ആണ് പ്രസിഡന്റ്. KK കൊച്ചുമുഹമ്മദിനെ സെക്രട്ടറിയായും കൊളങ്ങാട്ട് ഗോപിനാഥിനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. കാർഗിൽ യുദ്ധത്തിന്റെ വിജയദിനം ആഘോഷിക്കുമ്പോൾ യുദ്ധത്തിന്റെ ഭാഗമായതിന്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ് ചാവക്കാട് സ്വദേശി ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ. പ്രദേശത്ത് ഏറ്റവും വലിയ മലയായ .4875 പിടിച്ചെടുക്കുവാനായി ക്രമീകരിച്ച ആർട്ടിലറി സപ്പോർട്ട് NA സുബ്രഹ്മണ്യൻ അടങ്ങുന്ന ടീമാണ് തയ്യാറാക്കിയത്. അവിടെയുണ്ടായിരുന്ന ഷെൽ ആക്രമണത്തിൽ തന്റെ കീഴിലുള്ള 5 സൈനികരുടെ ജീവൻ നഷ്ടമായത് മാനസികമായി തളർത്തിയെങ്കിലും പിറ്റേ ദിവസമുണ്ടായ ആക്രമണത്തിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചടിച്ചു. ഒരേ സമയം 100 തോക്കുകൾ ഉപയോഗിച്ച് നിർത്താതെ വെടിവെക്കുകയും തുടർച്ചയായ ഷെൽ ആക്രമണം നടത്തുകയും ചെയ്ത് ശാരീരികമായും മാനസികമായും ശത്രു സൈന്യത്തെ തകർത്തു. വീർചക്ര ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഇതിനുശേഷം അദ്ദേഹത്തെ തിരഞ്ഞെത്തി. ചാവക്കാടുള്ള തന്റെ വസതിയിൽ ഇവയെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എഴുത്തുകാരൻ TD രാമകൃഷ്ണന്റെ രചനകളെ ആസ്പദമാക്കി കേരള സാഹിത്യ അക്കാദമി എന്റെ രചനാലോകങ്ങൾ എന്ന ആശയ സംവാദ പരിപാടി സംഘടിപ്പിച്ചു. തൃശൂരിൽ TD രാമകൃഷ്ണൻ തന്റെ രചനാ അനുഭവങ്ങൾ പങ്കുവച്ചു. അക്കാദമി ജനറൽ കൌൺസിൽ അംഗം ഡോക്ടർ MA സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, അക്കാദമി സബ് എഡിറ്റർ KS സൗമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. അതിന് ശേഷം പിന്നീട് കാര്യമായിട്ട് എഴുത്തൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ വായിക്കുമായിരുന്നു. വായന എനിക്ക് അന്നും ഇന്നും എന്നും ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. വായിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും വായിച്ചുകൊണ്ടേ. തൃശൂർ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനമായ ആഗസ്റ്റ് 26 സംഘടിപ്പിക്കുന്ന മഹാശോഭയാത്രയുടെ സ്വാഗത സംഘം രൂപീകരണ യോഗം തൃശൂരിൽ നടന്നു. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം മഹാനഗർ അധ്യക്ഷൻ VN ഹരി അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം ഉത്തര കേരളം അധ്യക്ഷൻ N ഹരീന്ദ്രൻ, CK മധു, K സനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടി നവീകരണത്തിൽ അഴിമതിയെന്ന ആരോപണം. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷോബിയും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷേർലി ദിലീപ് കുമാറും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. വേലൂർ മണിമലർക്കാവ് 76 നമ്പർ അംഗൻവാടിയിലാണ് നവീകരണത്തിന്റെ ഭാഗമായി ഗേറ്റ് സ്ഥാപിക്കുന്നതിന് മുൻ ഭരണസമിതിയുടെ കാലത്ത് പണം നൽകിയത്. 40 കിലോ വരുന്ന ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തി നിലവിലെ പ്രസിഡന്റ് TR ഷോബിയും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ദിലീപ് കുമാറും ഒപ്പിട്ട് പണം കൈമാറിയെന്നാണ് ആരോപണം. എന്നാൽ 7 വർഷമായിട്ടും ഗേറ്റ് സ്ഥാപിച്ചിട്ടില്ല. സംഭവത്തിൽ വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട പഞ്ചായത്ത് തന്നെ ഏറ്റവും നിരുത്തരവാദിത്വപരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നാട്ടിക MLA CC മുകുന്ദന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ആൽഫ പാലിയേറ്റീവ് കെയർ അന്തിക്കാട് ലിങ്ക് സെന്ററിന് വേണ്ടി അനുവദിച്ച ആംബുലൻസിന്റെ കൈമാറ്റം നടന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജീന നന്ദൻ, KS മോഹൻദാസ്, ശുഭ സുരേഷ് തുടങ്ങിയവർ സന്നിഹിതരായി. അന്തിക്കാട് ബ്ലോക്കിലെ 5 പഞ്ചായത്തിലെ കിടപ്പ് രോഗികളെ വീടുകളിൽ പോയി സാന്ത്വന പരിചരണം നടത്താനാണ് ആംബുലൻസ് ഉപയോഗിക്കുക. കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. അമ്മാടം സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോടന്നൂരിൽ സമാപിച്ചു.
കോൺഗ്രസ് പാറളം മണ്ഡലം പ്രസിഡന്റ് കെ.ആർ. ചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം. സേതുമാധവൻ, സെക്രട്ടറിമാരായ നന്ദകുമാർ കോങ്ങാട്ടിൽ, ടോമി പെല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ തകരാറിലായ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ മാതൃകാപരമായി പ്രവർത്തിച്ച കെഎസ്ഇബി ഉദ്യോഗസ്ഥരെ ബിജെപി ആദരിച്ചു. ചുഴലിക്കാറ്റിൽ വ്യാപകമായി മരങ്ങൾ മറിഞ്ഞു വീണ് നിരവധി വൈദ്യുതി തൂണുകളും കമ്പികളും പൊട്ടിവീണിരുന്നു. കെഎസ്ഇബി എരുമപ്പെട്ടി കുണ്ടന്നൂർ സെക്ഷന് കീഴിലെ വൈദ്യുതി മേഖലയിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും കഠിനാധ്വാനം നടത്തിയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ബിജെപി എരുമപ്പെട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് വി. എം. സുരേന്ദ്രൻ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട്, എം. വി. ധനീഷ്, വിനു ഇടുക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം കോടാലി GLP സ്കൂൾ സന്ദർശിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഉണ്ടായ മാറ്റത്തെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ട മീനാക്ഷി മേത്തർ, മാധവ് എന്നീ ഉദ്യോഗസ്ഥരാണ് കോടാലി സ്കൂളിലെത്തിയത്. അധ്യാപകരും PTA അംഗങ്ങളും ചേർന്ന് ഉദ്യോഗസ്ഥരെ സ്വീകരിക്കുകയും വിദ്യാലയത്തിലെത്തി വിവിധ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിച്ച് നൽകുകയും ചെയ്തു. നാട്ടിക SNDP LP സ്കൂളിൽ വായനാ മാസാചരണം സാഹിത്യകാരിയും അധ്യാപികയുമായ ഡോക്ടർ മഞ്ജു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TD വിനീത അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക B ചിത്ര, MPTA പ്രസിഡന്റ് ബിജിഷ, കോർഡിനേറ്റർമാരായ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. എന്റെ പേര് My name is Siddhartha Jungla. Today I am going to share few words about P. Ambedkar. Ambedkar was born on March 1st, 1909 in Kerala. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ബജറ്റിൽ പ്രതിഷേധിച്ച് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം KSKTU ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MS വിനോദ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MB പ്രവീൺ, സംസ്ഥാന കമ്മിറ്റി അംഗം P. മോഹൻദാസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ കർഷക തൊഴിലാളി മുഖമാസികയിലേക്ക് വരിക്കാരെ ചേർക്കുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം കുന്നംകുളത്ത് നടന്നു. കുന്നംകുളം TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന യോഗത്തിൽ KSKTU സംസ്ഥാന പ്രസിഡന്റ് NR ബാലൻ ആൻസി വില്യംസിനെ വരിക്കാരിയായി ചേർത്തുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ KSKTU ജില്ലാ സെക്രട്ടറി TK വാസു, ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം P. മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6350 രൂപ, പവന് 50,800 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3472 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തമായ മഴയിലും മിന്നൽ ചുഴലിയിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടം, നിരവധി വീടുകൾ തകർന്നു. തുടർച്ചയായ ചുഴലിക്കാറ്റിൽ ആശങ്കയിൽ ജില്ല. ഉള്ളൂർക്കരയിൽ വീട് കുത്തി തുറന്ന മോഷണം, 5 പവൻ സ്വർണവും മൊബൈൽ ഫോണും പണവും നഷ്ടപ്പെട്ടു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ക്ഷേത്രത്തിൽ കവർച്ച, ഭണ്ഡാരങ്ങളും വഴിപാട് കൌണ്ടറും കുത്തി തുറന്ന് പണം കവർന്നു. കുണ്ടും കുഴിയുമായി ഇരിങ്ങാലക്കുടയിലെ പ്രധാന റോഡുകൾ. മഴവെള്ളം കെട്ടിക്കിടക്കുന്ന റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്പിലോവർ പദ്ധതികളിൽ സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ളത് 382 കോടി രൂപയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. നിരവധി വികസന പദ്ധതികൾ ജില്ലയ്ക്ക് നഷ്ടമായതായി ആക്ഷേപം. ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തടയണയുടെ പുനർനിർമ്മാണം നടത്തിയില്ല. തടയണ തകർന്നതോടെ മുട്ടിപ്പാലം തൊട്ടിൽ ജലം സംഭരിക്കാനാകുന്നില്ല. കൃഷി നടത്താനാകാതെ കർഷകർ.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.